ഇതാ. അറിയാതാട്ടാ മോനെ. അവിടെ ഇരിക്കുന്നടാ. പറയാമ ചേട്ടത്തി ഒരു ചായ. നേതാവിനെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്. ഇവിടെ എങ്ങും ഇല്ലായിരുന്നോ? ഇവിടെ എങ്ങും ഇല്ലായിരുന്നു. ഒരു പണി തട്ടിക്കൂട്ടാനുള്ള ശ്രമത്തില. ആ പട്ടണം ഒന്ന് കാണാൻ പോയതാ. അയാളെ കണ്ടു കിട്ടണ്ടേ. നല്ല സ്ട്രോങ് ചായ, പഞ്ചസാര ലേശം ഇട്ടിട്ടുള്ളൂ. എനിക്കും അതാ ഇഷ്ടം. അറിയാമ ചേട്ടത്തിന്റെ വിചാരം ഇവിടെ വരുന്നവർക്കെല്ലാം പഞ്ചാരയുടെ അസുഖമാണെന്നാ. അങ്ങനൊന്നും ഇല്ല ചേട്ടത്തി. പഞ്ചസാരക്ക് വില കൂടുതലല്ലയോ? 3 ചായക്ക് കുറച്ചിട്ടാൽ 1 ചായക്ക് കൂടി ഇടാം. അല്ലേ ചേട്ടത്തി?
ഒരു സിഗരറ്റ് ഇങ്ങട്. എടോ, ഇവിടുത്തെ പുതിയ താമസക്കാരൻ എങ്ങനെയുണ്ട്? ഓ, അയാളൊരു ടൈപ്പാ. സിഗരറ്റിനൊക്കെ ഒത്തിരി വില കൂടുതലാ. എടോ, ടാക്സ് കൂടിയാ പിന്നെ വില കൂടത്തില്ലയോ? അത് ഇയാൾ പറഞ്ഞിട്ട് വേണോ അറിയാൻ? പാചകമടി മാത്രമുണ്ട്. സാധനം വാങ്ങിച്ചാൽ കാശ് തരത്തില്ല, ദരിദ്രവാസി. നിങ്ങൾ എല്ലാരും ഒന്നിച്ചിരുന്ന് ചോറ് കഴിക്കുന്നത് കാണാൻ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ? എനിക്ക് യാതൊരു സന്തോഷവുമില്ല. എല്ലാവരും കൂടി ആയാൽ വയറ് നിറയുമോ? നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? എവിടെ പോയതാ? ഇന്ന് നോക്കണ്ട, അപ്പച്ചൻ അമ്മയോട് പിണക്കോന്ന് പറഞ്ഞു. അതെന്താ മോളെ? ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരത്ത് മീനിന്റെ കഷ്ണം വല്ലതും കൊടുത്തു, വെറും തലയിലേ കൊടുത്തു. അപ്പച്ചന് കൊടുത്തതിന്റെ ബാക്കി മതി അമ്മച്ചിക്കും മക്കൾക്കും. അമ്മച്ചി ഇങ്ങ് വന്നേ. അമ്മച്ചി ഇനി വന്നേ. അമ്മച്ചി 2 പാല് മുറിഞ്ഞെടുത്തേ. പാലോ? പൊയ്ക്കണം. ഇതെന്താ മറിയാമ്മ ചേട്ടത്തി? മറിയാമോ ചേട്ടത്തിയോ? അമ്മച്ചി അമ്മച്ചി, ഞാൻ അമ്മച്ചിയുടെ മോനല്ലേ അമ്മച്ചി. പറഞ്ഞില്ലേ? എനിക്കെന്താ ഒരു മീൻ നുറുക്ക്? മീനോ? ഇവിടെ മീനും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ പറയാതെ അമ്മച്ചി, അപ്പച്ചൻ അനുജനല്ലേ, അമ്മച്ചിക്കും പ്രയോജനമുള്ളതാ. പശുവിനെ നോക്കാനും വെള്ളം കോരാനും ഒക്കെ. പോടിയാണോ? നീ എന്തിനാടാ ഇവിടെ വന്നിരിക്കുന്നു? ഒന്നുമില്ലെങ്കിൽ ഞാൻ ചേട്ടന്റെ അനിയനല്ലേ? ആ, അത് നേരെ. പക്ഷേ ഇത് ഞങ്ങളുടെ കിടപ്പുമുറിയാ. ഇവിടെ ഞാനേ പട്ടിണിയാ. ഇതെന്താ ഇവിടെ? മറിയാമ്മയുടെ അനിയനല്ലേ? അനിയനും ചേട്ടനോ? ഇവിടെ അനിയനും ചേട്ടനൊക്കെ പുറത്ത് ഇറങ്ങുള്ളു. പിന്നെ ഞാൻ മറിയ കുട്ടിയോട് പിണക്കവാ. പിണക്കോ? ഇത് ഞാനോ എന്തിനാ എനിക്ക് പിണക്കം? ചെന്നേ വല്ല കഴിക്കും. ഉച്ചയ്ക്ക് ഒരു കഷ്ണം മീൻ പോലും തന്നില്ല. ചെന്നു വല്ല കഴിക്കാൻ പറഞ്ഞു. ചെല്ലേ. ഒന്നുമില്ല. എന്റെ തനി കുണഞ്ഞ കാണിച്ചോ എനിക്ക് കഴിക്കാൻ പറഞ്ഞു. അയ്യോ, ചെല്ലല്ലേ, ഞാൻ പോയി ഊണ് കഴിക്കാം. എന്താ? ആരാണ്? ഞങ്ങൾ ഇവിടുത്തെ തൊഴിലാളി പ്രവർത്തകരാ. പാർട്ടിയുടെ ഫണ്ട് പിരിവിന് വേണ്ടി ഇറങ്ങിയതാ. പിന്നെ എനിക്കൊരു തൊഴിലുണ്ട്. ഞാൻ ഡ്രൈവറാ. ഓ, പിരിവ് അല്ലേ? അല്ല, ഒരു സംഭാവന. ഇതാ 5 രൂപയോ? ഇന്നത്തെ കാലത്ത് 5 രൂപ എന്തിനുണ്ടോ? ഇതേ ഉള്ളൂ, വേണേ വാങ്ങിച്ചോ. രാസമ്മേ, വാങ്ങിച്ചോ. ചെറിയ തുകയ്ക്ക് രസീത് കൊടുക്കണ്ട, ബുക്കിൽ കുറിച്ചാ മതി. ഓ, രസീതില്ലായിരിക്കും. 10 രൂപയിൽ കുറഞ്ഞ് ഞങ്ങൾ രസീത് എഴുതാറില്ല. ഓഹോ, ശരി, 10 രൂപ തരാം. രസീത് എഴുതു. രസീതില്ല സാർ, ബുക്കിൽ എഴുതേ ഉള്ളൂ. തന്റെ ഭാര്യ അകത്തായിരിക്കും. വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഒരു ഗ്ലാസ് കാപ്പിയെങ്കിലും. ഏയ്, ഇങ്ങ് വന്നേ. എന്നെയാണോ? നിങ്ങൾ നടന്നു, ഞാൻ വരാം. താൻ പിരിവിന് ഇറങ്ങിയതാണോ അതോ വീട്ടിലുള്ള പെമ്പിളരൊക്കെയാണ് ഇറങ്ങിയതോ? രസീത് ബുക്ക് പോലും ഇല്ലാത്ത കുറെ വായി നോക്കികളെ കൊണ്ട് പണം പിരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇവിടെ കാണാൻ നേതാവ് ചമയം വന്നാലുണ്ടല്ലോ. വന്നാൽ താനൊരുതരം വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. കയ്യൊന്നും ചുരുട്ടണ്ട, അടിച്ച് നിന്റെ എല്ലാം ഒടിച്ചു കളി. ഓക്കോ, ഇത് നിന്റെ വീടായിപ്പോയി. ഞാൻ പിന്നെ കണ്ടോളാം.
എന്താ നേതാവേ അവൻ പറഞ്ഞത്? അവന് ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കാൻ ശുപാർശ ചെയ്യണമെന്ന് പറയായിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? നോക്കാമെന്ന് പറഞ്ഞു. 2 വർഷം കൊണ്ട് ഞാൻ നേതാവ് പറയുന്ന എല്ലാം കേട്ട് നടക്കുന്നു. എന്റെ ഭർത്താവിന് ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കാൻ. നിന്റെ ഭർത്താവിന് ജോലിയില്ലെന്ന് വിചാരിച്ച എന്താ കുഴപ്പം? കാര്യമൊക്കെ നടക്കുന്നില്ലേ? ഏ മറിയ ചേർത്തേ, ഉറങ്ങിയോ? വല്ലോ ഉണ്ടോ? ആരായാലും നോക്കാനേ. നല്ല ലോകക്കാരനായിരിക്കും. നോക്ക്. കരാട്ടെ, എന്റെ അമ്മച്ചി ഉറങ്ങിയോ? വല്ലോ ഉണ്ടോ? ഒന്നുമില്ല, എല്ലാം ക്ലീൻ. എങ്ങനെ ക്ലീൻ ആകാതിരിക്കും? ഇത് പറയാനാണോ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്? അവിടെ നിന്ന് പറഞ്ഞു തുളയ്ക്കായിരുന്നല്ലോ. കുഞ്ഞു അറിയാമല്ലേ, ഞാൻ കൂടെ ഒന്ന് കെട്ടിൽ കിടന്നോട്ടെ. രാവിലെ കഞ്ഞി എത്തില്ല പറഞ്ഞേക്കാം. ഇതെല്ലാം മോളിൽ ഒരാൾ കാണുന്നുണ്ട്, നോക്കിക്കോ. ദേ നേതാവ് ശിങ്കിടിയും കൂടി വരുന്നു. എന്താ ചേട്ടത്തി, ഇതെങ്ങനെ പറ്റി? ഞാൻ ഇപ്പഴറിഞ്ഞതേ ഉള്ളൂ. ഓ എന്തോ പറയാനാ, കട മുഴുവനും തീ പിടിച്ചു. ദൈവാധീനം കൊണ്ട് നഷ്ടമൊന്നും സംഭവിച്ചില്ല. അല്ലിനി സംഭവിച്ചാൽ എന്താ? നമുക്കൊരു പിരിവ് നടത്തി കളയാം. പിരിവെടുത്ത് നമുക്ക് പുര വേണ്ട, സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്ന കാലത്ത് മതി. ഓ മതിയെങ്കി മതി. ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. പിള്ളേരെല്ലാം എന്തേ? എല്ലാം അങ്ങോട്ട് പോയിരിക്കുക. അമ്മച്ചിയും കൂടെ അങ്ങോട്ട് ചെല്ലേ. ഇങ്ങനെ ഇവിടെ തന്നെ നിന്നാലോ? എന്നാ ഞാനും കൂടെ വരാം. ചേർത്തി വാ. നേതാവ് പൊയ്ക്കോ, ഞാൻ വരാം. എന്നോട് പെണ്ണങ്ങി ഞാൻ ഇങ്ങനെ എന്തോന്ന്? എത്ര ദിവസം കൊണ്ട് പറയുന്നു എന്നെ കൂടെ ഒന്ന് കട്ടിലിൽ കിടത്താൻ. ഞാൻ ആ പൊലയ്ക്ക് തീ വയ്ക്കാതെ. ഹായ് 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 ഹായ്. മതി, അടങ്ങി നിൽക്കടി. എന്തിയ സോമേട്ടൻ? എന്തുവാ? ഞാനങ്ങോട്ട് വരാം. ഞങ്ങളെല്ലാം പറ്റത് അമ്മച്ചിയല്ലേ? അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അമ്മച്ചി പ്രാർത്ഥിച്ചാൽ പോരെ? പിള്ളേരെ മിണ്ടാതെ വരണം. അമ്മച്ചി, എനിക്കിതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ജോസഫേ, പള്ളിയിലേക്ക് വരുന്നില്ലേ? ഞാൻ പള്ളിയിലും ഇല്ല, അരമനയിലും ഇല്ല. നിനക്കൊരു കൊച്ചു പണി കിട്ടിയപ്പോഴേ ഞാൻ കരുതിയതാ ഞങ്ങൾക്ക് നിന്നെ കൊണ്ട് ഒരു പ്രയോജനം കാണത്തില്ലെന്ന്. അതുകൊണ്ടല്ലേ അമ്മച്ചി ഈ പരിപാടിക്ക് ഞാനില്ല. എന്റെ മാതാവേ, നീ ഇത് കേൾക്കുന്നുണ്ടോ? വരൂന്നേ. മാതാവേ, എന്റെ മക്കൾക്ക് നല്ലത് വരുത്തണമേ. എന്റെ അമ്മച്ചിക്ക് നല്ലത് കൊടുക്കണമേ. നല്ലത് തന്നില്ലെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം തന്നാൽ മതിയേ. അമ്മച്ചി, ഞാൻ പറഞ്ഞത് എല്ലാവരും വൃത്തിയേറ്റ പാർട്ടിയാണ്. ശബ്ദം ഉണ്ടാക്കാതെ അച്ഛൻ വരുന്നു.
മിണ്ടാതിരുന്ന് പ്രാർത്ഥിച്ചോണം. വീട്ടിൽ ചെന്ന ഒരെണ്ണത്തിന് ആഹാരം തരില്ല. കർത്താവേ, ഫോട്ടോ എടുക്കാനായിരിക്കും. ഇരിക്കും. ഫോട്ടോ സ്റ്റുഡിയോയിൽ പിന്നെ കഷായം വാങ്ങിക്കാൻ വരുമോ? എന്റെ ഫോട്ടോ എടുക്കണല്ലോ. എവിടെ ഇരുന്നാ? മോളിരിക്കെ കറണ്ട് വരട്ടെ. മോളെ, എന്തുണ്ട് ന്യൂസ്? ഗോപി, ആ കളർ ആൽബം എടുത്ത് കുട്ടിക്ക് കൊടുക്കൂ. അവിടെ വെച്ചേക്ക്. മോളെ, ഹായ്. കറണ്ട് വന്നു, ഫോട്ടോ എടുക്കാം. ആരും വേണ്ട, ഞാൻ പൊക്കോളാം. അപ്പഴേ പടം പിടിക്കാൻ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് തരുമോ? കലക്കിയിട്ടുണ്ട്. ഇതാരുടേതാ? അറിയാമ ചേട്ടത്തിയുടെ ചെറുപ്പം പോലെ അല്ലേ ചേട്ടാ? പോടാ, അവളെ നീ ചെറുപ്പത്തിൽ കണ്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നല്ല പിടിയാനെ പോലെ. ഫോട്ടോ എടുത്തോ മോളെ? ഓഹോ, തരാൻ പറഞ്ഞിട്ട് നാളെ തരാന്ന്. ആ ശരിയാ, നാളെ തരും. മോളെ പിന്നെ ആരാ സ്റ്റുഡിയോ കൊണ്ടുപോയത്? അപ്പച്ചനാ? അണ്ണനും കൂടെ ഉണ്ട്. സോമട്ടൻ ചെന്നപ്പോ സ്റ്റുഡിയോ തുറന്നില്ല. പിന്നെ എവിടെയോ പോകാൻ ധൃതിയുണ്ടെന്ന് പറഞ്ഞാ പോയത്. നിങ്ങളുടെ കടയൊക്കെ എങ്ങനെയുണ്ട്? ആരാ ചേച്ചി ഇതൊക്കെ നോക്കുന്നേ? അമ്മച്ചിക്ക് 10 മക്കളാ, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. പിള്ളേർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ലേ? ഓ, ബുദ്ധി അതെങ്ങനെ ചേച്ചി? അമ്മ മക്കളെ വിളിക്കുന്നത് തന്നെ നമ്പർ അനുസരിച്ചാ. അത്ര സംസ്കാരമാ. ഫോട്ടോ എടുത്തു, നാളെ തരും. ഞാൻ പോവുക ചേച്ചി, വൈകിട്ട് അമ്പലത്തിൽ പോകാൻ വരാം. റെഡി ആണേ? ഫോട്ടോ എടുത്തപ്പോ മോൾ എങ്ങനെയായിരുന്നു? ഒന്ന് കാണിച്ചു കൊടുത്തേ. ഫോട്ടോ എടുക്കുന്നവരെ അങ്കിളിനെ വേണമായിരുന്നു. ശരി, ഞാൻ പോവാ. നീ പള്ളി പോകത്തില്ലേ സൂസേ? അമ്മച്ചി നിർബന്ധിച്ചാൽ. എനിക്ക് അമ്പലത്തിൽ പോകുന്നതാ വിശ്വാസം. അനുമോളെ, മോൾ എവിടെ പോയി? തൊഴാൻ വന്നതാ, അമ്മയും ഉണ്ട്. അനു, ഇവിടെ വാ. വരുവാ. ഫോട്ടോ നാളെ തരണേ. ഏതാ സൂസമ്മ അയാൾ? അത് നമ്മളെ ഫോട്ടോകളാ. അഹങ്കാരി. കണ്ടവരുടെ അടുത്തെല്ലാം പോവോ? ഫോട്ടോ പോകാം, കരയണ്ട, വാ. ഇനി ഞാൻ പോട്ടെ. നീ സമയം കിട്ടുമ്പോഴൊക്കെ വരണേ. വരാൻ ചേച്ചി. എന്നെ വിടുന്നില്ലേ? ₹100 ചേഞ്ച് ഉണ്ടോ? 100 രൂപയ്ക്ക് ചില്ലറ ഉണ്ടോന്ന്? എടുത്തോണ്ട് കിടന്ന് ഹോൺ അടിക്കാതെ ചില്ലറ കൊണ്ടുവരട്ടെ. അതിന്നൊരു 10 രൂപ തന്നെ അവനെ പറഞ്ഞു വിടട്ടെ. 10 രൂപ ഇത്രേ ഉള്ളോ? കൊറേ കാലമായല്ലോ തന്നെ കണ്ടിട്ട്. ഇപ്പൊ എവിടാ? എന്നും ദൈവം എന്നെ എങ്ങനെ കിട്ടയ്ക്കുമോ?
ഒരു ചെറിയ കോള്. ആ നല്ല കുട്ടപ്പനായിട്ടുണ്ട്. എന്താ കോള്? എന്താ കൃഷ്ണ? ഞാൻ ഒരു സിനിമ എടുക്കാൻ പോകുന്നു. ഹേ ഉള്ളതോ? പിന്നല്ലാതെ അടുത്ത ദിവസം ഷൂട്ടിങ്ങിന് പോവാ. അപ്പൊ ചേട്ടന് ഒരുപാട് പെൺപിള്ളേരെ കാണാലോ. പോടി അവിടുന്ന്. നിന്നെ അല്ലേ ചേട്ടൻ ആദ്യം കണ്ടത്, നിന്നെ മറക്കുവോ? ചേട്ടാ എന്നെ കൂടി ഒരു നടിയാക്കാമോ? നോക്കാം. ഒരു പെണ്ണ് നടിയാകണമെങ്കിൽ 3-4 തരം ടെസ്റ്റുകളുണ്ട്. മേക്കപ്പ് ടെസ്റ്റ്, ക്യാമറ ടെസ്റ്റ്, ബോഡി ടെസ്റ്റ്, അങ്ങനെ 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 അങ്ങ് പോവും. പിന്നെ കാറാവും, ബംഗ്ലാവും, പണമാവും. പക്ഷെ ആരെങ്കിലും വേണം ഒന്ന് പിടിച്ച് കയറ്റാൻ. എടാ മോനെ, നീ അവളുടെ കൈ പിടിച്ചൊന്ന് കയറ്റ്. അവളൊരു നല്ല നടിയാവട്ടെ. ചേട്ടൻ പറയുന്നത് പോലെ അല്ല, ആദ്യമൊക്കെ വലിയ പ്രയാസമാ, പിന്നെ ഒത്താരങ്ങ് കയറി പോകും. ഏതായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ചേട്ടൻ വിചാരിച്ച നടക്കും ചേട്ടാ. ആ വരട്ടെ, ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് ലൊക്കേഷൻ നോക്കാനുണ്ട്. അയ്യോ, സിനിമാ കാര്യവും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് മേടിച്ച കാശ് തന്നില്ലല്ലോ. അത് പോട്ടെ പച്ച, എന്നെ സിനിമയെ കയറ്റിയ നമ്മൾ രക്ഷപ്പെടത്തില്ലേ? ആ നീ കേറിയാ നമ്മൾ രക്ഷപ്പെടും. അനു എവിടെ പോയി? ആർക്കാ മരുന്ന്? നിങ്ങൾ വാസ്തവത്തിൽ ഒരു ശല്യമായി മാറിയിരിക്കുന്നു. ആവശ്യമില്ലാത്തൊക്കെ തിരികിട്ട് എന്താ കാര്യം? വാടി ഇങ്ങോട്ട്. ഹായ് അനു. അനു, അവിടെ നിന്ന് പോയി തൊട്ടുമുട്ടിക്കരുത്. കുളിച്ചിട്ട് പോ. വെള്ളം കോരി വെച്ചിട്ടുണ്ട്. മോളെ, ഓ വലിയ ഗമയിലാണല്ലോ. അമ്മ എവിടെ? ഇതോ. അങ്ങോട്ട് വരാമോ? ആണോ? പൊടി. അമ്മച്ചി, ഇതുപോലെ ഒരു നല്ല ഉടുപ്പ് വാങ്ങി തരാവോ? അമ്മച്ചി നല്ല കുട്ടിയല്ലേ? അതെ, അതിനെന്താ? ഇതേപോലെ ഒരു ഉടുപ്പ് ഇനി വാങ്ങി തരൂ. കഴിഞ്ഞ ആഴ്ചയല്ലയോ നിനക്ക് ഉടുപ്പ് വാങ്ങി തന്നത്? അത് ഇതുപോലത്തെ അല്ലല്ലോ. മോള് നല്ല മോളല്ലേ, കരയാതെ. കരയാതിരി, വാങ്ങിത്തരാം. അങ്കിൾ, മാസേരെ കുട്ടിയുടെ പടം പോലെ എന്റെ പടം എടുക്കാമോ? അതിനെന്താ മോളെ, എടുത്തരാലോ. മോള് സ്റ്റുഡിയോയിൽ വാ. ഞാൻ തന്നെ വരാം. വേണ്ട, മോള് അമ്മയുടെ കൂടെ വരും. അമ്മേ, ഇത് നമ്മളെ ഫോട്ടോകളാ. ഇങ്ങോട്ട് വരാൻ. നിനക്ക് ഞാൻ അടി തരും പറഞ്ഞേക്കാം. എന്നോടൊന്ന് മിണ്ടിയെന്ന് കരുതി. കട പൂട്ടിയപ്പച്ചാ, വാ പോ. നീ പോടാ, ഞാൻ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പോ. എപ്പോഴും വേറെ തന്നെ. പിന്നെ വ്യത്യാസം. പണ്ടൊക്കെ അവള് കട്ടിലിൽ, ഞാൻ തറയിൽ. ഇപ്പൊ ഞാൻ തറയിൽ, അവള് കട്ടിൽ. ശരിയാകാതെ അവളൊരു ഉടക്കി പിടിക്കും.
അപ്പച്ച ഏതപ്പച്ചനാ? സ്വന്തം അപ്പച്ചൻ. എന്നാ ഞാനാ വരൂ, നമ്മുടെ ത്രേസ്യാമ്മയുടെ ലവ് കാണാം. ഇന്ന് ഞാനത് വീക്കും. അല്ല, കുറച്ച് നല്ല പഴം കിട്ടി, അപ്പൊ ഇവിടെ തന്നിട്ട് പോവാന്ന് കരുതി. ഒരു ഇത് നല്ല നാടൻ പഴമാ. പോട്ടെ. അപ്പനെന്നും പറഞ്ഞ് ഒരുത്ത ഇവിടെ ഇരിക്കല്ലേടാ, ഒരെണ്ണം എനിക്കൂടെ താ. ഇങ്ങോട്ട് താടാ കാലമാടാ. എന്താ എന്താ? അണ്ണ പറയല്ലേ അണ്ണ? ആ പറയും, ഞാൻ പറയും. ആ പറഞ്ഞു പറയില്ല. പറഞ്ഞു. ഞാൻ വലിയ നടിയാവുമ്പോ രൂപ എത്ര കിട്ടുമെന്ന് അറിയാമോ? നീ എനിക്ക് എന്ത് തരും? എത്ര രൂപ വേണേലും തരാം. ആ എന്നാ വാ പോവാ. ഡോക്ടർ എന്ത് പറഞ്ഞു? ഗ്യാസിന്റെ അസുഖം വല്ലതും ആയിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. മരുന്നും ഗുളികയും തന്നു. എന്നാലത് കഴിക്കൂ. അവിടെ വെച്ച് കുറച്ച് കഴിച്ചു. എന്നാ നീ പോയി കിടന്നോളൂ. വാ മോളെ. അയ്യോ അമ്മേ. എന്താ ലക്ഷ്മി, കുറവില്ലേ? എനിക്ക് വയ്യ. മറിയമ്മച്ചേട്ടത്തി ഇപ്പൊ മരുന്നും കൊണ്ടുവരും. അയ്യോ എന്താ മോളെ, എന്ത് പറ്റി? ഭയങ്കര വയറുവേദന. ഇത്രേ ഉള്ളോ? അയ്യോ ഇപ്പൊ മാറ്റി തരാം. അതാ മരുന്ന് തരാം. നിക്ക് 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 നിക്ക്. പകർക്ക് ചെക്കല. അങ്ങനെ. അമ്മേ. അയ്യോ ഇനി മോളെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോ. ദേ കൊച്ചു പെണ്ണ, സൂക്ഷിച്ചൊക്കെ വേണം. അതിനിപ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലേലും ചെറുപ്പക്കാർക്ക് ഒരു നോട്ടവും പരിചയമൊന്നുമില്ല. വികാരം വന്നാ പിന്നെ നിങ്ങൾ നിർത്തുന്നുണ്ടോ? ഇതെന്തൊരു കൂത്ത്? ഇതങ്ങ് നടക്കാത്താണോ? മറിയമ്മച്ചേട്ടത്തി അവൾ. ഓ, ചേട്ടത്തി പറയുന്നൊന്നും പിടിക്കത്തില്ല. ഞാൻ പോവുക.
ഇതുവരെ എവിടെയായിരുന്നു മോളെ? ഞാൻ ലക്ഷ്മിയുമായി സംസാരിച്ചിരുന്നു പോയി. അവളുടെ അച്ഛൻ വന്നാൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പറഞ്ഞു, പക്ഷെ ഇപ്പോഴവിടെ ഇല്ല. എന്റെ കുക്കു. എന്ന് സ്വന്തം സോമേട്ടൻ. സമയം ഒരുപാടായില്ലേ? ആ, ഫസ്റ്റ് അവർ പ്രാക്ടിക്കലാ. എന്നാ കയറിക്കൂ, ഞാനങ്ങോട്ട് വിടാം. ഛേ, വേണ്ട. ആ, സമയം പോയിട്ടല്ലേ. വല്ലവരും കണ്ടാൽ? കണ്ടാലെന്താ, ഇതൊരു സാധാരണ പ്രേമമല്ലേ? പ്രേമം? ഓ സോറി, സ്നേഹം അല്ലേ കുക്കു? എന്നെ അങ്ങനെ വിളിക്കുന്ന എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെനിക്കിഷ്ടല്ല. സോറി, ഞാൻ പോകുന്നു. നിന്നെ അവിടെ നിന്നേന്ന്. ചവിട്ടിക്കോ. സൂക്ഷിച്ചിരുന്നോളാം. എന്റെ പൊന്നച്ചോ, പെണ്ണിന് 1000 കിലോ ഉണ്ട്. പിന്നെ ഹായ്, ഇതാര് സോമേട്ടനോ? കുറെ നാളായല്ലോ കണ്ടിട്ട്. എന്താ ഇവിടെ? പോടി, അതെന്റെ ആരാന്നറിയോ? അത് പിന്നെ കണ്ടാൽ അറിയില്ലേ? കളി പറയരുത്, അതെന്റെ അങ്കിളാ. ഷൂ, ഞാനൊരു കാര്യം വിട്ടുപോയി. ഇപ്പൊ വരാം. സോമേട്ടാ. എടി ഭയങ്കരി, നീ കൊള്ളാമല്ലോ. എനിക്ക് സോമേട്ടനെ ഇഷ്ടമാണ്, സ്നേഹമാണ്. സോമേട്ടന് എന്നോട് സ്നേഹമുണ്ടെന്നും എനിക്കറിയാം. പക്ഷേ അതിന്റെ പേരിൽ ബീച്ചിലും പാർക്കിലും വന്നിരുന്ന് വാചടിക്കാൻ എന്നെ വിളിക്കരുത് പ്ലീസ്. മോളെ, ആ കണക്ക് ബുക്കിങ് എടുക്ക് മോളെ. ശരി, നാളെ വരൂ. മോൾ അമ്പലത്തിൽ പോകുന്നില്ലേ? അച്ഛൻ പോകുന്നില്ലേ? ആ, ഞാൻ പോകുന്നു. ഇന്ന് ഉത്സവ കമ്മിറ്റി അല്ലേ? ഞാൻ വരുമ്പോൾ അല്പം താമസിക്കും. മുണ്ട് വല്ലതും കൊണ്ടുവരികയാണെങ്കിൽ വാങ്ങി വെച്ച് കണക്കെഴുതണം. ദീപാരാധനയ്ക്ക് സമയമാകുമ്പം പോയാൽ മതിയല്ലോ.
സോമൻ തൊഴുതോ? ഇന്ന് ഉത്സവ കമ്മിറ്റി ഉണ്ട്, ഞാനങ്ങോട്ട് ഇല്ലട്ടെ. ശരി. ഈ ജന്മത്തിൽ സോമേട്ടനല്ലാതെ മറ്റൊരാളെ ഞാൻ ഭർത്താവായി സ്വീകരിക്കില്ല. ഇത് വെറും വാക്കുകളല്ല, ഓർത്തോളണം. കറണ്ട് പോയതായിരിക്കും. ലൈറ്റ് കിടക്കുന്നുണ്ടല്ലോ. എടാ ഞാൻ അവന്റെ ഒരു പത്രമായന. പ്രസന്നേ, ഇവിടെ വാടി, ഇവിടെ വരാൻ. കറണ്ട് പോയതല്ല, ഞാൻ എല്ലാം കേട്ടു.
ആരോടും എന്ത് വാഗ്ദാനങ്ങളും ചെയ്യാം, പക്ഷേ പ്രാവർത്തികമാക്കുവാൻ കുറെ ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് സ്നേഹം നൽകിയ ഒരു പെണ്ണിനോട് ഏത് ചെറുപ്പക്കാരനും പറയുന്ന വാക്കുകൾ ആരെതിർത്താലും പ്രസന്നയെ കെട്ടുമെന്നായിരിക്കും. അടിച്ചു നിന്റെ പല്ല ഞാൻ. അയ്യോ അച്ഛാ. ഓടിയകത്ത്. നിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത്, പറഞ്ഞേക്കാം. ഓ, പരിസരമെല്ലാം കുടുംബസ്വത്തായിരിക്കും. പോയി ജോലി നോക്കണം. അധികം താമസിക്കാതെ പ്രസന്നെ ഞാൻ പോകാൻ കഴിക്കും. അന്നേ ഈ പുരയുടെ താക്കോൽ നിന്നെ ഞാൻ ഏൽപ്പിക്കാം. നിന്നെ ഞാൻ കൊല്ലും. അഹങ്കാരി. അഹങ്കാരി. നിന്നെ ഞാൻ- എടി. തൊട്ട് വരൂ. മാറില്ല. തൊട്ട് നോക്ക്. സാരല്ല മോളെ, ഞാൻ വരട്ടെ. പോട്ട് മോളെ, നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം അറിയാൻ അച്ഛനൊരു നാടകം കളി. ആഹാ, അതുകൊള്ള നല്ല നാടകം. എന്റെ മോഹം കയറി തടിച്ചു. പോട്ട് മോനെ, ഇതാ താക്കോൽ. ഇതിരിക്കട്ടെ, ഒരിത്തിരി സ്നേഹം മാത്രം തന്നാ മതി. മോനെ രതീഷേ, എന്താ സിനിമ പരസ്യം നോക്കിക്കൊണ്ടിരിക്കുന്നത്? നല്ല ചുണയുള്ള ആമ്പിള്ളരെ നല്ല സുന്ദരമായിട്ട് സിനിമാ പടം ഡയറക്ട് ചെയ്യും. ചേട്ടത്തി കണ്ടോ, അടുത്ത മാസം 1-ാം തീയതി എന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുക. നേരാണോ? പിന്നെ കള്ളോ, നമ്മുടെ ശ്രേയസിയമ്മയെ ഹീറോയിൻ. പിന്നെ ചേട്ടത്തിക്ക് ഒരു നല്ല വേഷമുണ്ട്. പിന്നല്ലാതെ മലയാളത്തിൽ ചേച്ചിയെ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആക്കും. എങ്കിൽ ഞാനൊരു കലക്ക് കലക്കും. കുണുങ്ങി 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 വാ കുണുക്കിട്ട കോഴി. കട്ട് കട്ട്. കറക്റ്റ് ആക്ഷൻ പടപ്പാ. സ്റ്റാർട്ട്. കുണുങ്ങി 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 വാ കുണുക്കിട്ട കോഴി. പിണങ്ങി 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 നീ പോകല്ലൊരിക്കലും വാടി. പിണങ്ങി 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 നീ പോകല്ലൊരിക്കലും വാടി. കുണുങ്ങി 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 വാ കുണുക്കിട്ട കോഴി. പിണങ്ങി 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 നീ പോകല്ലൊരിക്കലും വാടി. പിണങ്ങി 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 നീ പോകല്ലൊരിക്കലും വാടി. റാണി 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 റാണി. കൊച്ചുവെളുപ്പങ്കാലത്ത് ചക്കരമാവിൻ കൊമ്പത്ത്, കൊച്ചുവെളുപ്പങ്കാലത്ത് ചക്കരമാവിൻ കൊമ്പത്ത് കുട്ടിയൊരുമ്മി കൊച്ചരി കൊപ്പിനാൽ, കുട്ടിയൊരുമ്മി കൊച്ചരി കൊപ്പിനെ കൊത്തി കൊതിപ്പിച്ചതെന്തേ? കുണുങ്ങി 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 വാ കുണുക്കിട്ട കോഴി. പിണങ്ങി 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 നീ പോകല്ലൊരിക്കലും വാടി. പിണങ്ങി 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 നീ പോകല്ലൊരിക്കലും വാടി. റാണി 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 റാണി. സ്വപ്നങ്ങൾ
ചിക്കി ചികഞ്ഞു ഞാൻ സ്വർണ്ണ കുടീരം തീർത്തു ഞാൻ സ്വപ്നങ്ങൾ ചിക്കി ചികഞ്ഞു ഞാൻ സ്വർണ്ണ കുടീരം തീർത്തു ഞാൻ കൊണ്ടുകൾ വീശി പുഞ്ചിരി തൂകി കൊണ്ടുകൾ വീശി പുഞ്ചിരി തൂകി പുന്നരം പാടി വന്നിടുമോ കുണുങ്ങി 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 ആ കുണുക്കിട്ട കോഴി പിണങ്ങി 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 പോകലൊരിക്കലും റാണി പിണങ്ങി 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 പോകലൊരിക്കലും റാണി 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 പുന്നരം പാടി വന്നാൽ രോമാഞ്ച കഞ്ചുകം നെയ്തു തന്നാൽ പുന്നരം പാടി വന്നാൽ രോമാഞ്ച കഞ്ചുകം നെയ്തു തന്നാൽ ആടി വരുമ്പോ ആരോ മലയാളി ആടി വരുമ്പോ ചെഞ്ചുണ്ടി ചുംബനം തന്നിട ഞാൻ കുണുങ്ങി 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 വാ കുണുക്കിട്ട കോഴി പിണങ്ങി 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 പോകലൊരിക്കലും റാണി പിണങ്ങി 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 പോകലൊരിക്കലും റാണി കുണുങ്ങി 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 വാ കുണുക്കിട്ട കോഴി പിണങ്ങി 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 പോകലൊരിക്കലും റാണി പിണങ്ങി 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 പോകലൊരിക്കലും റാണി 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 ചാവാൻ കയറി വരുമല്ലോ. തനിക്ക് ഹോൺ അടിച്ചോണ്ട് വന്നൂടെ? നിന്റെ അമ്മയുടെ ഹോൺ നിനക്ക് ഹോൺ അടിച്ചോന്നൂടാ? അടിച്ചു നിന്റെ താൻ അടിക്കും. എടാ പന്ന ചെറുക്ക, ഞാൻ നിന്നെ അടിച്ചാ നീ ആറായിട്ട് ഒടിഞ്ഞു പോവും. മര്യാദയ്ക്ക് എടുത്തോണ്ട് പോ. ഷൂട്ടിംഗ് എന്നാ തുടങ്ങുന്നത്? അടുത്ത മാസം. പടത്തിൽ കയറി നായകനാകുമ്പോ നമ്മളെ തഴഞ്ഞേക്കല്ലേ? നിന്നെ ഞാൻ അങ്ങനെ തഴയോടി മോളെ. അതൊക്കെ എല്ലാരും പറയുന്നതാ. എല്ലാരും പോലെയാണ് ഞാൻ. പിന്നെ കടയിലെ പറ്റി എത്രയുണ്ടെന്നറിയാമോ? 270 രൂപ ചില്ലുവനുമായി. പക്ഷെ തരണ്ട. അമ്പോ, ഇവൻ നിന്റെ ആരായിട്ടാണ് ഇനി കടം കൊടുത്തത്? അമ്മജി അങ്ങനെ പറയരുത്. അദ്ദേഹം ഡയറക്ടറാ, ഹീറോ ആകാൻ പോകുന്ന ആളാ. എടാ, എന്റെ കാശ് എണ്ണി ഇവിടെ വെച്ചിട്ട് നീ പോയി ഹീറോ ആവ്. ആണുങ്ങളെ മാനം കെടുത്താതെ പന്ത്രണ്ടേരെ ഈ പാല് കുടിച്ചോട്ടെ. നീ ഒരു ആണാണോടാ? അമ്മേ, ചേട്ടനൊന്നും പറയല്ലമ്മേ. ചേട്ടൻ മാന്യനാ. ഞങ്ങൾ തമ്മിൽ ലവാ. അവളുടെ ഒരു ലവ്. ശരിയാ, ഇന്നാളെ ഞാൻ കണ്ടു. രാത്രി ലൈറ്റ് അടിച്ചു നോക്കിയപ്പോൾ ഇവർ തമ്മിൽ ലവിലായിരുന്നു. ഞാനങ്ങ് നാണിച്ചു. അമ്മച്ചിയോട് പറയരുതെന്നാ ഇവർ എന്നോട് പറഞ്ഞത്. പാല് കുടിച്ചോട്ടെ. വെക്കല പാലോടെ. ആ ബിസ്ക്കറ്റ് അവിടെ വെക്ക്. എനിക്ക് നോക്കേ, പറഞ്ഞു പുറത്ത്. ഇങ്ങോട്ട് നോക്ക്. ആദ്യം എന്റെ പറ്റി തീർക്കണം. പിന്നെ എന്റെ മോക്ക് വല്ലതും സംഭവിച്ചാൽ അന്നെന്റെ തനി കൊണം ഞാൻ പൊടിയാത്ത്. അവളെ ഒരു ലവ്.
അനു ഇവിടെ? കുളിക്കാൻ വന്നതാ, അമ്മയുമുണ്ട്. ആ. ദേ എന്റെ ഫോട്ടോ കൂടി എടുക്കൂ. ആ ശരി, മോളിങ്ങോട്ട് വന്ന് ഇവിടെ നിൽക്കും. കൈ ഇങ്ങോട്ട് വെച്ചു, തല നേരെ അനങ്ങരുതേ. ആ എന്താ മോളെ ഇത്? തല നേരെ വയ്ക്കും. അനങ്ങരുത് കേട്ടോ. ആ ഇനി മോള് കൈ മുകളിലോട്ട് വെച്ചോളൂ. ശരിക്കേ മോളിനി ഇങ്ങോട്ട് അനകരുതേ. മമ്മി നോക്ക്. എന്താ നിങ്ങൾ കാണിച്ചത്? എന്താ നിങ്ങൾ കാണിച്ചതെന്ന് ആര് പറഞ്ഞു പടം എടുക്കാൻ? ആള് കണ്ട തിരക്കേടില്ലെന്ന് തോന്നി, അതുകൊണ്ട് പടം എടുത്തു. മര്യാദയ്ക്ക് ആ ഫിലിം എടുത്ത് കളയും. ആ അത് സ്റ്റുഡിയോ ചെല്ലട്ടെ. മോളെ അനു ടാറ്റാ. നിക്കവിടെ. മോളെ മമ്മി ചൂടായിരുന്നു പറയും. ഞാൻ കുളിച്ചോണ്ട് നിന്നപ്പോ ഒരാൾ അവനോടൊന്ന് ചോദിച്ചിട്ട് തന്നെ. ഗോപി ഇതാ വരുന്നു. താക്കോൽ ഞാൻ കളരി വരെ പോവുക. അവർ പിടിക്കട്ടെ.
വിഷമിക്കാതിരിക്കും. വിഷമിക്കാനൊന്നുമില്ല. എന്നാലും അണ്ണ ഒന്നുമില്ല മോളെ, വിഷമിക്കാനൊന്നുമില്ല. അനു എവിടെ? അവിടുണ്ട്. സൂസമ്മ കൂട്ടിനുണ്ട്. ഇവിടെ വന്ന ബഹളമായിരിക്കും, അതുകൊണ്ട് കൊണ്ടുവരാഞ്ഞത്. ഞാൻ പോട്ടെ. ക്ഷമിക്കണം, ഒരു കാര്യം. എനിക്കൊന്നും കേൾക്കണ്ട. താൻ മുഖാന്തരം എന്റെ അണ്ണനെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സോമന്റെ സഹോദരിയാണല്ലേ? അതെ. അയാൾ ആരാണ്? ആരുമല്ല, അവന്മാരെല്ലാം കൂടിയാ എന്റെ ജ്യേഷ്ഠനെ അടിച്ചു വീഴ്ത്തിയത്. എന്നിട്ടിപ്പോ ലോക്യം പറയാൻ വന്നിരിക്കുന്നു. അത് ശരിയായിരിക്കില്ല. ഇന്നലെ നിങ്ങളുടെ ജ്യേഷ്ഠന് കുത്തിവെച്ച രക്തം അയാളുടേതായിരുന്നു. അതെ. പേടിക്കാൻ വല്ലതുണ്ടോ ഡോക്ടർ? ഭയപ്പെടാനൊന്നുമില്ല. തലക്കേറ്റ ആഘാതമല്ലേ, കുറച്ച് കിടക്കേണ്ടി വരും. മരുന്ന് കിട്ടിയോ? സോമൻ ഇഞ്ചക്ഷൻ എടുക്കൂ. നിങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഇവർക്ക് ഇവിടെ വരാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ വരാം ഡോക്ടർ. ശരി, എന്നാൽ വരണം. ഡോക്ടർ എന്ത് പറഞ്ഞു മോനെ? കുറച്ച് കിടക്കേണ്ടി വരും. മക്കളെല്ലാരും ഇല്ലല്ലോ? 3 ആൾ കുറവുണ്ട്. ഇത്രയായിട്ടും കറക്റ്റ് ഡേറ്റ് ഒന്നും പറഞ്ഞില്ലേ? അവർക്ക് കാശ് കിട്ടിയാൽ മതിയല്ലോ. മോനെ, കടയിൽ ആരുമില്ല, ഞങ്ങൾ പോട്ടെ. ശരി, ടാറ്റാ. ടാറ്റാ. അനു? അനു ഇവിടെ ഇല്ല. ഞാൻ ലക്ഷ്മിയെ കാണാനാണ് വന്നത്. എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ പൊക്കോളൂ. നിങ്ങൾക്ക് എന്താണ്? ഒരാളിനെ കണ്ടു കരുതി, ഒന്ന് സംസാരിച്ചു കരുതി ആകാശം ഇടിഞ്ഞു വീഴുമോ? എനിക്ക് ആരോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല. നിങ്ങൾ ദേവി തന്നു പോകൂ. പോകാം, പക്ഷേ എനിക്കൊരു വിവരം അറിയണം. എന്ത്? നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് അറിയണം. നിങ്ങളുടെ ഭർത്താവ് ആരാണെന്ന് അറിയണം. നിങ്ങൾ ഇവിടെ എന്തിനു താമസിക്കുന്നു എനിക്കറിയണം. നിങ്ങളത് അറിയണ്ട, നിങ്ങൾ പോകൂ. ഇഞ്ചക്ഷൻ കൊടുത്തതിന്റെ ക്ഷീണമാ. ഉറങ്ങട്ടെ. ട്രിപ്പ് നിന്നുവാ നോക്കണം. ഇവിടെ ഇരിക്കാമോ? ഞാൻ ഇരിക്കാം ഡോക്ടർ. വാർഡ് മാറ്റിയെന്ന് വിചാരിച്ച് പേടിക്കാനൊന്നുമില്ല കേട്ടോ. ശരി ഡോക്ടർ. നിങ്ങൾ എന്തിനിവിടെ വന്നു? നിങ്ങളൊരു ശല്യമാണ്. നിങ്ങൾ ഇവിടെ ഇറങ്ങി പോണം. നിങ്ങൾ ആരാണ്? ഇതെന്റെ അണ്ണനാണ്. അതിനാണോ ആ പാവ മനുഷ്യനോട് തട്ടിക്കയറിയത്? നിങ്ങൾ എന്നും ഇവിടെ വരാറുണ്ട്, പക്ഷേ ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടോ? അയാളുടെ രക്തം കൊണ്ടാണ് നിങ്ങളുടെ അണ്ണൻ രക്ഷപ്പെട്ടത്. ഇന്നും അയാളുടെ രക്തം എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടാ അയാളെ മുറിയിലിരിക്കുന്നത്. ഇവിടെ ഒരാളിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ക്ഷമിക്കണം ഡോക്ടർ. ഫോട്ടോഗ്രാഫർ സാർ എങ്ങോട്ടാ? അവിടെ വരെ. ആ
ഇത് അത്ര നല്ല കളിയല്ല. എന്താണ് എപ്പോഴും ഈ ദുഃഖം? കാര്യങ്ങൾ ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ മനസ്സിന്റെ ഭാരം ഒഴിഞ്ഞു കിട്ടും. ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ലക്ഷ്മി ഇഷ്ടമാണ്. പറയൂ അമ്മേ, എന്തിനാ കരയുന്നേ? എന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വേദനിപ്പിക്കില്ലായിരുന്നു. അമ്മയ്ക്ക് എന്നോടൊപ്പം ഒരു സ്നേഹവും ഇല്ല. അമ്മേ, എന്റെ അച്ഛൻ എവിടെയെന്ന് പറയൂ അമ്മേ. എനിക്കറിയില്ല, എനിക്കറിയില്ല അച്ഛാ. ആരാണെന്ന് പറയാൻ പറയണി. എനിക്കറിയില്ല. കുടുംബം നശിപ്പിച്ച മഹാഭാവി ഇനിയും ജീവിക്കില്ല, ജീവിക്കില്ല. അയ്യോ വേണ്ട അച്ഛാ. തൊട്ടുപോലെ തന്നെ. ലക്ഷ്മി, എന്ത് പറ്റി ലക്ഷ്മി? എന്താ അച്ഛൻ അടിച്ചോ? എന്തിനാ അച്ഛൻ അടിച്ചത്? എന്തിനാണെന്ന് ചോദിച്ചാ പറയരുതോ? പോട്ടെ മോളെ. മോൾ അച്ഛന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞോ? സാരമില്ല. ഇന്ന് കൂട്ടുകാരി അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. ആ എന്താ കാര്യം? കാര്യം ചോദിച്ചിട്ട് പറയണ്ടേ? എന്താ സാറേ, എന്തു പറ്റി? ലക്ഷ്മി, എന്തിനാ അച്ഛൻ അടിച്ചത്? എന്തെങ്കിലും വിളച്ചിൽ കാണിച്ചു കാണും. അതിനിത്ര ദുഃഖിച്ചാലോ? എഴുന്നേറ്റ് വരൂ. വാടി മോളെ. എനിക്ക് വയ്യ, നീ പോ. ഞാൻ നിന്നെ കൊണ്ട് പോകാനല്ലേ വന്നത്. എന്താ ഇത്ര അസുഖം? ആഹാ, എവിടെ അസുഖം ഒന്ന് നോക്കട്ടെ. പോടി. ലക്ഷ്മി, എത്ര നേരം ഞാനിവിടെ വന്ന് നിന്നിട്ട്? എന്താ നിനക്കിത്ര ദുഃഖം? കുറെ നാളായല്ലോ നിന്നെ ഇങ്ങനെ തന്നെ കാണുന്നു. നീ ആകെ മാറിയിരിക്കുന്നു. നല്ല ക്ഷീണവും കാണുന്നുണ്ട്. ലക്ഷ്മി, നിനക്ക് എന്തു പറ്റി? സത്യം പറയൂ. നിനക്ക് എന്തോ കുഴപ്പമുണ്ട്. നിന്റെ ദുഃഖം എന്താണെന്ന് എന്നോട് തുറന്നു പറയൂ.
അമ്മയ്ക്ക് അറിയാം. എന്റെ അച്ഛൻ എവിടെയെന്ന് പറയൂ അമ്മേ. അമ്മയ്ക്ക് അറിയില്ല മോളെ. ഇനി ഏതായാലും വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട. ഇതാ നേതാവിന്റെ പണിയാ. അവൻ ഒളിച്ചിരുന്ന് അടിച്ചതാ. ഓ, ആ ദേവരാജൻ ഒരു പാവം. ഇതൊന്നും അവൻ അറിഞ്ഞതല്ല. അവനാ കൂടുതൽ വിഷമിച്ചത്. രക്തം ഇല്ലാത്തതിന് അവന്റെ രക്താ കുത്തിവെച്ചത്. ഡോക്ടർ പറഞ്ഞു. അവനല്ലേ വരുന്നത്? അവൻ പാവാ, ഒന്നും പറയരുതേ. അനു, ഒന്നും പറയരുതേ, ഞാൻ പോവാ. ഞാൻ ആശുപത്രി പോയിരുന്നു. എന്താ തലക്കടിക്കാനോ അതോ രക്തം തരാനോ? ആ, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ആ, സ്റ്റുഡിയോയിൽ പണി നടക്കുന്നുണ്ടോ? ഉണ്ട്. എന്നോട് ക്ഷമിക്കണം, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഇത് അന്നെടുത്ത ഫോട്ടോയാണ്. ഇവിടെ വെച്ച് തന്നെ കയറി കളയുന്നു. ഞാൻ പോകുന്നു. മോളിപ്പ കണ്ടോ? പ്രിയപ്പെട്ട സോമേട്ട, എത്രയോ നാളുകളായി എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞിട്ട്. ഞാൻ മരിച്ചു എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കത്തുകളൊന്നും എഴുതരുതെന്ന് ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഈ കത്ത് കിട്ടിയാലുടൻ ഇവിടം വരെ ഒന്ന് വരണം എന്ന് സ്വന്തം കൊക്കും. എന്റെ സോമേട്ട, പ്രശ്നേ നിനക്ക് സുഖമാണ്? അച്ഛൻ എവിടെ? അച്ഛൻ വെളിയിൽ പോയി. ഞാൻ പോട്ടെ. എന്റെ ഉദ്ദേശം ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ജോലി എന്ന് പൂർത്തീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഈ തീരുമാനം എടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. യഥാർത്ഥത്തിൽ ലക്ഷ്മി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ പരിശുദ്ധിയാണ്. അവളെ മറ്റാർക്കെങ്കിലും വിവാഹം ചെയ്തു കൊടുത്തുകൂടെ? അനുവിനെ നമുക്ക് വളർത്താം. അനുവിന്റെ അച്ഛനെ ഇങ്ങനൊന്നും പറഞ്ഞ് ലക്ഷ്മിയുടെ ജീവിതം ഇല്ലാതാക്കരുത്. മരിച്ചുപോയ അച്ഛന്റെ ആഗ്രഹമാണ്. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ചേട്ടൻ ഇതുവരെ കഴിഞ്ഞില്ല. ഇനിയെങ്കിലും ലക്ഷ്മിക്ക് പറ്റിയ ഒരു പുരുഷനെ തേടി പിടിക്കണം. അത് കഴിഞ്ഞ് വേണം നമ്മുടെ വിവാഹം, അല്ലേ? ഇത്രയും നാളും ഞാൻ ചേട്ടന് വേണ്ടി മാത്രം കാത്തു. ഇനിയും കാത്തിരിക്കാം. പക്ഷേ ലക്ഷ്മിയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ നമ്മുടെ വിവാഹം നടക്കൂ. അച്ഛൻ വരുമ്പോ ഞാൻ വന്നിരുന്നു പറയൂ.
ഇത്ര തിടുക്കപ്പെട്ട് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അറിയാതെ നോക്കൂ, ഞാൻ വരാം. അണ്ണൻ ഉറങ്ങിയില്ലേ? നീ ഉറങ്ങിയില്ലല്ലേ? മരുന്ന് കഴിച്ചോ? കഴിച്ചു. നീ പോയി കിടക്കൂ. നാളെ ഉത്രാടമാണ്. ഓ, നാളെ അനുവിന്റെ പിറന്നാളാണല്ലേ? ആ, കുളിക്കാൻ രാവിലെ കുറച്ച് ചൂടുവെള്ളം തരണം. അനുവിനെ ഞാൻ തന്നെ അമ്പലത്തിൽ കൊണ്ടുപോയിക്കളാം. അതിനണ്ണനാവുമോ? ഓ, അത് സാരമില്ല, ഞാൻ തന്നെ കൊണ്ടുപോയിക്കളാം. ഇങ്ങോട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ വരണ്ടാന്ന്. വീട്ടിൽ വാ, നോക്കിക്കോ. വാ മോളെ, അച്ഛനെടുത്തോളാം. എന്റെ അച്ഛൻ എവിടെയാ മാമ? മാമ, എന്റെ അച്ഛൻ എവിടെയാ മാമ? മോളെ, ദേ നോയിക്കേ, കണ്ടോ? അങ്ങോട്ട് നോയിക്കേ, ദേ നോയിക്കേ. നമുക്ക് വീട്ടിൽ പോയിട്ട് ആപ്പിൾ ഓറഞ്ചൊക്കെ തിന്നണ്ടേ? നമുക്ക് അമ്മേ ഇരുട്ട തൂട്ടി വെട്ട തുറക്കണം കേട്ടോ? ആ, വാ മോളെ. അമ്മേ, ഞാൻ ഇന്ന് ഇരുട്ടത്തോട്ടി വെട്ടത്തുറക്കുമല്ലോ. നിന്നെ ഇന്ന് അവൾ ഇരുട്ട തൂട്ടി വെട്ട തുറക്കുമെന്ന്. അയ്യോ, അമ്മ അങ്ങനെയൊന്നും ചെയ്യല്ലേ. മോള് വാ, അമ്മ 2 ആപ്പിൾ തരാം. എന്നാത്താ? അങ്കിളിനോട് വേണം ഒരു ആപ്പിള് കേട്ടോ? ആ, തരാം. മോളെ, മോള് ലക്ഷ്മിയുടെ മോളല്ലേ? അതെ, എന്താ? അല്ല അണ്ണാ, ഇതാരാ നോക്കിയേ? വരൂ. ഇരിക്കും. എങ്ങനെയൊക്കെ ഉണ്ട് ജീവിതം? ആ, കഴിയുന്നു. പല പ്രാവശ്യവും വരണമെന്ന് വിചാരിച്ചതാണ്, സാധിച്ചില്ല. ഇവിടെ വന്ന് ഞങ്ങളുടെ ദുഃഖം കാണണ്ടെന്ന് വിചാരിച്ചു അല്ലേ? ശരിയാ, ആവശ്യമില്ലാത്ത കാര്യമാ സോമൻ ചെയ്തത്. മണ്ടത്തരമായി പോയി. സ്വന്തം സഹോദരി വരുത്തി വെച്ച് അപമാനം സഹിച്ച് ഞാൻ എങ്ങനെ ഇവിടെ കഴിയുമെന്ന് അമ്മാവൻ പറയുന്നത്. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇട്ടിട്ട് എവിടെയെങ്കിലും പോകാമായിരുന്നു. അതില്ലാത്ത ഞാൻ സ്ഥലം വിട്ടാൽ അവൾ എങ്ങനെ ജീവിക്കും? വാസ്തവത്തിൽ അവൾ നിരപരാധിയാണെന്ന് നമുക്കറിയാം. ആയിരിക്കാം. എങ്കിലും ഈ സംഭവം നടക്കുമ്പോൾ ആളിന്റെ ഒരു ചെറിയ രൂപമെങ്കിലും അവൾക്കറിയാൻ കഴിയില്ലേ? അങ്ങനെയുള്ള സാഹചര്യമായിരിക്കും. എല്ലാം ഈശ്വരനറിയാം. പ്രസന്നയ്ക്ക് ഇതുവരെ അതൊന്നും എനിക്കറിയാൻ പാടില്ല. അവൾ എന്തോ തീരുമാനമെടുത്തിട്ടുണ്ട്. ലക്ഷ്മിക്ക് തരാൻ അവളൊരു കത്ത് തന്നിട്ടുണ്ട്. പ്രസന്നയുടെ ജീവിതം ഏതാണ്ട് അടഞ്ഞ മട്ടിലാണ്. സോമൻ വന്ന് അവളൊന്ന് ഉപദേശിക്കണം, അല്ലെങ്കിൽ രക്ഷിക്കണം. ഈ ഒരവസ്ഥയിൽ ലക്ഷ്മിയെ മറ്റാരെ കൊണ്ടെങ്കിലും വിവാഹം ചെയ്യിപ്പിക്കണം.
അവൾക്കത് ഇഷ്ടമല്ല. ലക്ഷ്മി ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രസന്നയെ പറ്റി ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിന്റെ തീരുമാനം ഇതാണെങ്കിൽ നീ വന്ന് പ്രസന്നയോട് പറയണം. അവളുടെ മനസ്സൊന്ന് മാറട്ടെ. ഞാൻ വരാം, വന്ന് പറയാം. ശരി, ഞാൻ ഇറങ്ങുകയാണ്. ഇപ്പൊ പോയാലേ രാത്രിയിലെങ്കിലും വീട്ടിൽ ചെന്ന് പറ്റാൻ പറ്റും. പോകട്ടെ ലക്ഷ്മി. ഇവിടെ വരെ വന്നിട്ട് ഒന്നും കഴിക്കാതെ. കാപ്പി കഴിച്ചല്ലോ. ആ, പ്രിയമുള്ള സോമേട്ടന്. എനിക്കുള്ളതല്ല, അണ്ണനുള്ളതാ. ഞാൻ വായിച്ചില്ല. വിശേഷം എന്തുണ്ട്? അണ്ണ മറുപടി അയക്കണം. ഞാൻ എന്തെഴുതാനാ? അനുവിന്റെ അച്ഛനെ കണ്ടുപിടിക്കാതെ മറ്റൊന്നും ചെയ്യാനാവില്ല. നമ്മളെ പറ്റി ഒന്നും എഴുതണ്ട. ജീവിച്ചിരിക്കുന്നു എന്നെങ്കിലും അറിയട്ടെ. അതറിയുന്നതായിരിക്കും അവൾക്ക് ഏറ്റവും വലിയ ദുഃഖം. കുറെ വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ എല്ലാം മറക്കും. മറ്റാരെങ്കിലും വിവാഹം കഴിക്കുന്നതോടെ എല്ലാം ജലരേഖയെ മാറിക്കൊള്ളും. അങ്ങനെ പറയരുത്. ഈ ജീവിതകാലം മുഴുവനും അവൾ ഒരാളെ മാത്രം കാത്തിരിക്കുകയായിരുന്നു. അതാരാണെന്ന് അണ്ണൻ അറിയാമല്ലോ. എനിക്ക് വേണ്ടി അണ്ണന്റെ ഭാവിയെ നശിപ്പിക്കരുത് ലക്ഷ്മി. ഇനിയെങ്കിലും അവൾക്കൊരു കത്തെഴുതണം. അവളുടെ അച്ഛന്റെ പക്കലല്ലേ കത്ത് കൊടുത്തയച്ചത്. ആ മാമനോടെങ്കിലും നന്ദി വേണ്ടേ? പ്രിയപ്പെട്ട കുക്കു, ഇല്ലിക്കാട്ടിലെ ചില്ലിമുളം കൂട്ടിൽ ഇക്കിളിക്കിളിയേ കളമൊഴിയേ. ഇല്ലിക്കാട്ടിലെ ചില്ലിമുളം കൂട്ടിൽ ഇക്കിളിക്കിളിയേ കളമൊഴിയേ. കുരുങ്ങു ചിറകുമായി നുറുങ്ങു കുളിരുമായി ഈ പുളിനത്തിൽ നീവാ. ഇല്ലിക്കാട്ടിലെ ചില്ലിമുളം കൂട്ടിൽ ഇക്കിളിക്കിളിയേ കളമൊഴിയേ. കിന്നാരം കിലുകിലെ ചൊല്ലാം ചൊല്ലാം, കോളുന്തു കവിളിലെ നുള്ളാം നുള്ളാം. കിന്നാരം കിലുകിലെ ചൊല്ലാം, കോളുന്തു കവിളിലെ നുള്ളാം. തന്നാനം തദ്ദിമി പാടാം, താരം ബന്ധമ്പൊന്നു കൊള്ളാം. മെയ്യോടു മെയ്യുരുമ്മി മനമോടു മനമുരുമ്മി മധുവിധു സ്വപ്നമൊന്നു നെയ്യാം നെയ്യാം. ഇല്ലിക്കാട്ടിലെ ചില്ലിമുളം കൂട്ടിൽ ഇക്കിളിക്കിളിയേ കളമൊഴിയേ. കുരുന്നു ചിറകുമായി
നുറുങ്ങു കുളിരുമായി ഈ പുളിനത്തിൽ നീവാ ഇല്ലിക്കാട്ടിലെ ചില്ലിമുളം കൂട്ടിൽ ഇക്കിളിക്കിളിയേ കളമൊഴിയേ ഓളത്തിലാലോലമാടാം ആടാം ഓണത്തിൽ മറുകരെ പോകാം പോകാം ഓളത്തിലാലോലമാടാം ഓണത്തിൽ മറുകരെ പോകാം കല്യാണി കളവാണി പാടാം കുമ്മി അടിച്ചു ചേർന്നാടാം കയ്യോട് കയ്യുരുമ്മി കവിളോട് കവിളുരുമ്മി കരളിലെ മോഹമിന്നു കൊയ്യാം കൊയ്യാം ഇല്ലിക്കാട്ടിലെ ചില്ലിമുളം കൂട്ടിൽ ഇക്കിളിക്കിളിയേ കളമൊഴിയേ കുരുന്നു ചിറകുമായി നുറുങ്ങു കുളിരുമായി ഈ പുളിനത്തിൽ നീവാ ഇല്ലിക്കാട്ടിലെ ചില്ലിമുളം കൂട്ടിൽ ഇക്കിളിക്കിളിയേ കളമൊഴിയേ ഇക്കിളിക്കിളിയേ കളമൊഴിയേ ഇക്കിളിക്കിളിയേ കളമൊഴിയേ. ഇരിക്കൂ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറയൂ. തെറ്റിദ്ധരിക്കരുത്. എല്ലാരും തെറ്റിദ്ധരിച്ചിട്ടുള്ള കാര്യമാണോ? എന്തോ എനിക്കറിയില്ല. പറയാനുള്ളത് നേരിട്ട് പറയുക. ലക്ഷ്മിയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. അനുവിന്റെ യഥാർത്ഥ അച്ഛനെ മാത്രമേ അവൾ ഡാഡി എന്ന് വിളിക്കാവൂ എന്നായിരുന്നു മരിച്ചുപോയ എന്റെ അച്ഛന്റെ ആഗ്രഹം. മറ്റൊരാൾക്ക് ലക്ഷ്മിയെ വിവാഹം ചെയ്ത് കൊടുക്കില്ല. ദേവരാന് പോകാം. പകൽ കാണാൻ പറ്റുന്നില്ലല്ലോ, അതാ. എന്നെ വിശ്വസിക്കൂ ലക്ഷ്മി. എനിക്കിനി ആരെയും വിശ്വാസമില്ല. നിന്നെ ഞാൻ വിവാഹം കഴിക്കാം. ഒരു നല്ല ജീവിതം. വേണ്ട, ഇപ്പോഴുള്ള ജീവിതമൊക്കെ മതി. വരൂ, ഞാൻ പറയട്ടെ. എന്ത് സംഭവിച്ചാലും ലക്ഷ്മി ഞാൻ വിവാഹം കഴിക്കും. അണ്ണൻ ഇഷ്ടമല്ല എനിക്കും. നിങ്ങൾ പോകണം. ഇവളെന്റെ സഹോദരിയാണെന്ന് നിനക്കറിയാമല്ലോ. ഇനി മേലാൽ ഇങ്ങനെ കണ്ടാൽ ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. ഓ, പടി. ജീവിതം തറന്നാണ് ഇവിടെത്തിയത്. നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മാത്രം. എന്നിട്ടും നീ. അണ്ണ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. എന്നോട് ക്ഷമിക്കൂ. എനിക്കാണ് തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്.
പ്രായപൂർത്തിയായ പെണ്ണിന് തുണ ഭർത്താവാണ്. അന്ന അകത്ത് പോകൂ. പോകാൻ. ഇനി താമസിച്ചുകൂടാ. അനുവിന്റെ അച്ഛനെ കണ്ടുപിടിക്കണം. അവളെ എങ്ങനെങ്കിലും അവളുടെ അച്ഛനെ ഏൽപ്പിക്കും. ഈ രാത്രി ഇന്ന് വെളുത്തിരുന്നെങ്കിൽ. ഒരു സ്ത്രീ കാത്തിരിക്കുന്നതിന് ഒരു പരിധിയുണ്ടെന്നറിയില്ലേ? പ്രായമായ പെൺകുട്ടിയെ ഒരുത്തന്റെ കൂടെ പറഞ്ഞു വിടേണ്ടത് ഒരു പിതാവിന്റെ ആവശ്യമാണ്. ഞാനത് ചെയ്തു. മോളെ, ആ കട്ടിങ് ഊറ്റിക്കൊണ്ടുവാ. ഇതെന്താ പെണ്ണെ, കാപ്പിയിൽ ഉറുമ്പോ? ഒറ്റ ഉറുമ്പല്ലേ ഉള്ളൂ അച്ഛാ. അവൾ വിചാരിക്കുന്ന കാപ്പി പിന്നെ ആനെ പിടിച്ചിട്ട് തരാൻ നിൽക്കുന്ന. അവളെ അവിടെ നോക്കിയൊന്നും വേണ്ട. പിന്നെ ഞാൻ അയ്യോ അണ്ണനെ അടിക്കാതെ അച്ഛാ, ഞാൻ ചുമ്മാ കാണിച്ച. മക്കളെ, ഈ സ്നേഹം നിങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കണം. അവൾക്ക് നീയും നിനക്ക് അവളും എന്നും കൂട്ടായിരിക്കണം. നല്ല ശകുനമാ. ഇന്നച്ഛന് കോളടിച്ചല്ലോ. ഒറ്റ ഒറ്റ ആ ഒറ്റ വരട്ടെയോ? ഒറ്റ തോറ്റല്ലേ?
വാരസ്യാരമ്മയല്ലേ വരുന്നത്? ഈ രാത്രിയിൽ എന്താണാവോ? കണ്ണും കാണാതെ കിഴവി പോച്ച. കുറെ നാളായല്ലോ. അമ്മൂമ്മ എവിടെയായിരുന്നു? കാത്തു കാത്തും അടുത്ത് കാണും. കുറെ നാളത്തെല്ലാം കൂടി ഇങ്ങ് തന്നേരേ. എന്താ വാരസ്യാരമ്മയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ? ഓ, നടക്കുന്നു. കോളടിച്ചല്ല. ഇനി എന്റെ വക. കണ്ണടച്ചോ. ഇതാ കൊച്ചു കഴിവേ. അങ്കിൾ വരും മോളെ, വിഷമിക്കണ്ട. വരട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്ന് കൊടുത്തു. ഉറക്കമാ. മോളെ മോളെ. അവൾ ഉറങ്ങട്ടെ. ലക്ഷ്മി, നിന്റെ അണ്ണൻ. അണ്ണൻ? എന്റെ അണ്ണൻ എവിടെ? ദേ നിൽക്കുന്നു. ഈ ഞാൻ തന്നെ. അനുജത്തി, ഓ, ഇന്ന് എന്റെ ജീവിതത്തിലെ ഒരു നല്ല ദിവസമാണ്. ലക്ഷ്മി ചിരിച്ചു കണ്ട ദിവസം. ലക്ഷ്മി, ഇനി ഒരിക്കലും ലക്ഷ്മിയുടെ കഥ പറയാൻ ഞാൻ പറയില്ല. പക്ഷേ അനുവിന്റെ അച്ഛൻ ആരാണെന്ന് പറയണം. പറയാം. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം. ഇതുവരെ എവിടായിരുന്നു മോളെ? ഇതെന്താ ശരീരത്തൊക്കെ പാട്? എന്താ മോളെ ശരീരത്തൊക്കെ പാട്? എനിക്കൊന്നും അറിയില്ല. ചൊവ്വാഴ്ച സന്ധ്യക്ക് കുളിക്കാൻ പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ.
സാരമില്ല, മോള് പേടിച്ചതാ. പിന്നെ നാളുകൾ കഴിഞ്ഞു. എന്റെ ശാരീരിക മാറ്റം കണ്ട് അച്ഛന് സംശയമായി. ഒരു ദിവസം അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. പിന്നെ പല രാത്രികളും ഉറങ്ങാതെ കിടന്നു. കുറെ മാസങ്ങൾ കഴിഞ്ഞാൽ ഞാനൊരു കുഞ്ഞിന്റെ അമ്മയാകും എന്നുള്ള ബോധം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. വീട്ടുകാരും നാട്ടുകാരും ആക്ഷേപിക്കുന്നതിന് മുമ്പ് ഈ ജീവിതം അവസാനിപ്പിക്കണം. ലക്ഷ്മി, ഞാൻ നശിച്ചു. എന്നെ മരിക്കാനെങ്കിലും അനുവദിക്കൂ. അങ്ങനെ പറയാതെ വരൂ. മക്കളെ, എന്റെ ജീവിതം അവസാനിക്കുകയാണ്. നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോ മോനെ, നിന്റെ പെങ്ങൾ ലക്ഷ്മി, അവൾക്ക് നീയേ ഉള്ളൂ. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അന്യപുരുഷനെ അച്ഛനെന്ന് വിളിക്കാൻ ഇടവരരുത്. ലക്ഷ്മിയെ ദ്രോഹിച്ചവനെ കണ്ടുപിടിച്ച് അവളെ അവനെ ഏൽപ്പിക്കണം. ശരി അച്ഛ. മാറ്റം വരരുത്. ഇല്ല, തീർച്ച. അച്ഛന്റെ മരണശേഷം ഞാൻ വീട്ടിലേകയായി. അണ്ണൻ മറ്റാരെയും വീട്ടിൽ വരാൻ സമ്മതിച്ചില്ല. ഒരു ദിവസം ഞങ്ങളുടെ വളരെ അകന്ന ഒരു ബന്ധുവീട്ടിൽ എന്നെ കൊണ്ടുചെന്ന് വിട്ടു. അവിടെ ഒരു അമ്മൂമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിശബ്ദത തളം കെട്ടിയ ആ വീട്ടിൽ ഒരു വർഷത്തോളം ഞാൻ താമസിച്ചു. ഇടയ്ക്ക് അണ്ണൻ വന്ന് കാണുമായിരുന്നു. അപ്പോ നാട്ടുകാരെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഏതോ കാമുകനുമായി ഒളിച്ചോടി പോയെന്ന് അവർ വിശ്വസിച്ചു. ചേട്ടൻ അങ്ങനെ വിശ്വസിപ്പിച്ചാണ്. ആയിരിക്കും. പിന്നെ കുറെ നാളത്തേക്ക് കൂടെ ഞങ്ങൾ അവിടെ താമസിച്ചു. ഒരു ദിവസം അണ്ണൻ വന്നപ്പോ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി താമസിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ എത്തിയല്ലേ? അതെ. മാനഹാനി ഭയന്ന് ഉള്ളതെല്ലാം വിറ്റുപിറക്കി ഈ പിഴച്ച സഹോദരിക്ക് വേണ്ടി അണ്ണൻ പോന്നു.
സംഭവം മാത്രം പറഞ്ഞില്ല. അത് പറയാൻ എനിക്കറിയില്ല. എന്നെ നശിപ്പിച്ച ആ മഹാഭാവി നശിച്ചു വെണ്ണീരാകും. ദ്രോഹി. ഞാൻ മരിച്ചാലും എന്റെ മകൾ അവനെ നശിപ്പിക്കും. അവൻ നശിക്കും. ലക്ഷ്മി, എന്താ അങ്ങനെ പറയരുത്. നിന്നെ നശിപ്പിച്ച മഹാപാപി ഞാൻ. ലക്ഷ്മി, ലക്ഷ്മി, നിങ്ങളാണോ എന്റെ ജീവിതം തകർത്തത്? മഹാപാപി. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അന്നങ്ങനെ സംഭവിച്ചു പോയി. എന്നോട് ക്ഷമിക്കും. നിഷ്കളങ്കയായി എന്നെ ചതിച്ച നിങ്ങൾ. അന്നതങ്ങനെ സംഭവിച്ചു പോയി. വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയ ഞാൻ കുറെ ഫോട്ടോ എടുക്കാൻ അങ്ങനെ പോയി. അവിടെ വന്ന് പെട്ടു. നിന്നെ ഞാൻ വിവാഹം കഴിക്കാം. നമുക്ക് മോളുമായി സുഖമായി ജീവിക്കാം. ഇല്ല, എനിക്കിനി ഒരു ജീവിതം വേണ്ട. ഞാൻ ഇത്രയും നാൾ കഴിഞ്ഞതുപോലെ ജീവിച്ചോളാം. അതിനാണോ നാടും വീടും വിട്ട് ഇവിടെ എത്തിയത്? ചേട്ടന്റെ ജീവിതം പോലും നശിച്ചില്ലേ? നിങ്ങളെ പോലുള്ള ദ്രോഹികളുടെ കൂടെയുള്ള ജീവിതത്തെക്കാൾ നല്ലത് മരിക്കുന്നതാണ്. തെറ്റുപറ്റിപ്പോയി, അത് ഞാൻ ഏറ്റു പറയുന്നു. ഇത്രയും നാൾ ആരോടും പറയാതെ വീർപ്പുമുട്ടി കഴിയുകയായിരുന്നു. ലക്ഷ്മിയുടെ അച്ഛൻ മരിക്കുമ്പോൾ പറഞ്ഞ ഓർമ്മയില്ലേ? ലക്ഷ്മിയുടെ ഭർത്താവാകുന്ന ആൾ അനുവിന്റെ അച്ഛനായിരിക്കണമെന്ന്. ഞാൻ അനുവിന്റെ അച്ഛനാണ്. എന്നാര് പറഞ്ഞു? അത് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഇങ്ങനെ എത്ര പെൺപിള്ളേരെ ബലാത്സംഗം ചെയ്ത് എവിടെയെല്ലാം കുട്ടികളുണ്ടെന്ന് ആർക്കറിയാം? ഒരു സ്ത്രീയും ഇതൊന്നും സഹിക്കയില്ല. എന്റെ വിധി. ലക്ഷ്മി, എന്നോട് ക്ഷമിക്കൂ. നിന്റെ ചേട്ടന്റെ ജീവിതമെങ്കിലും ഓർക്കൂ. അനുവിന്റെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിക്കുവാൻ വേണ്ടി ജീവിതം ഹോമിച്ച ചേട്ടനെങ്കിലും ഇനിയൊരു ജീവിതം കൊടുത്തൂടെ? ലക്ഷ്മി, മോളെ ഓർത്തെങ്കിലും നീ ക്ഷമിക്കണം. എന്നോട് പുറത്തു വന്ന് പറയൂ. ലക്ഷ്മി, എല്ലാ ദുഃഖങ്ങളും മറക്കൂ. എന്റെ മോളെ,
ഇതങ്ങോട്ട് വാങ്ങിച്ചോളൂ. പൈസ ആരും അടിച്ചു പോയത്. ഒരു പഴയ ക്യാമറ ഉണ്ട്. വണ്ടിക്കൂലി പോക്കറ്റ് അടിച്ചു. നോക്കട്ടെ. ഇതിൽ ഫിലിം ഉണ്ടല്ലോ, എവിടെ നിന്ന് കിട്ടി? സ്വന്തമാ, പേടിക്കണ്ട. ഫിലിം കൊള്ളാമെങ്കിൽ പ്രിന്റ് എടുക്കൂ. ഒരു 100 രൂപ തരാം. അതിനേ ഉള്ളൂ. അപ്പോ ഞാൻ ഇറങ്ങ. ഫിലിം കൊള്ളാമെങ്കിൽ പ്രിന്റ് എടുക്കൂ. ഇതാ കൊണ്ടുപോയിക്കോളൂ. നല്ല ഷോ. ദ്രോഹി. ഒന്നും ചെയ്യല്ലേ അണ്ണ.